ഇത് ഇളക്കാം. ഇടുമ്പോൾ ഇതുപോലെ കത്തും. ഇനി ബ്രാക്ക് പിടിക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്, ദിസ് ഈസ് മീ മേക്ക് 46. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇപ്പം ഇതൊന്നും കട്ട് ചെയ്യാതെ, വേറെ ഒരിടവും കട്ട് ചെയ്യാതെ, ഇനി ഇതിൽ വെക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ പിടി വയ്ക്കാറുണ്ട്. ഗ്രാബ് വെച്ചതിന് ശേഷം നമുക്കത് സെറ്റാക്കണം. പിന്നെ ഇതിലിപ്പം നമ്മൾ ലൈറ്റ് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ലൈറ്റ് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്പർ പ്ലേറ്റ് തിരിച്ച് വെച്ചാണ് ഹോൾ ചെയ്ത് വെച്ചിരുന്നത്. അതായത് നമ്മൾ സാധാരണ ഇതിൽ പറഞ്ഞ FC പറഞ്ഞ നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴോട്ട് ആറണം, എന്നിട്ടാണ് മറ്റേ റിഫ്ലക്ടർ ഇരിക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഇവിടെ മറ്റേ ഡ്യൂക്കിന് ലൈറ്റ് വെച്ച് കണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ തിരിച്ചു വെച്ചത്. അപ്പോൾ ഈ താഴെ ഇരുന്ന് എൻ്റെ ഇത് റിഫ്ലക്ടറിനെ എടുത്ത് നമ്മൾ മേളിൽ വെച്ചിട്ടുണ്ട്. ഈ നമ്പർ ബോർഡിനെ തിരിച്ച് വെച്ച് ഹോൾ ചെയ്ത് പഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഹോള് ഇവിടെ വരും. അതായത് ആ ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഏകദേശം ഒരു 650 രൂപ വരെ ഉള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ കൂടാതെ ഈ ടെയിൽ ടൈഡിയൊക്കെ ഉണ്ട്. എന്താ ടെയിൽ ടൈഡ്, അപ്പം അങ്ങനത്തെ സെറ്റപ്പാണ് ഈ സാധനം. ഉണ്ടോ, 648 രൂപ. ഓക്കെ, അത്യാവശ്യം കൊള്ളാം. ഇത് 650 രൂപ വില വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയെന്ന് വർക്കിംഗ് ആണ്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നമ്പർ പ്ലേറ്റെല്ലാം ഊരണം, റിഫ്ലക്ടർ ഊരണം. പിന്നെ ഇവിടെ എന്തെങ്കിലും കട്ടിങ് കൊടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അവിടെ ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി കട്ട് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ ഇതിവിടെ ഇരിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്പർ പ്ലേറ്റ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 3mm വെച്ച് ഒട്ടിച്ച 3M വെച്ച് ഒട്ടിച്ച ഇത് ഇളക്കിയെടുക്കുകയാണ്. എന്താ നെൻസിയുടെ മാത്രമേ ഒട്ടിച്ചുള്ളൂ, അതിവിടെ വെച്ചു. ഇനിയാണ് നമുക്കിതിലെ പണി വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും, എന്നിട്ടേ മറ്റേ വയ്ക്കാൻ പറ്റുള്ളൂ. നമുക്കിങ്ങനെ നോക്കാം. ചിലപ്പം ഇവിടെ നിന്നും കട്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടേ നമുക്ക് ബാക്കി കാണാൻ പറ്റുള്ളൂ. നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മൾ ഈ സീറ്റ് ഓപ്പൺ ആക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന വയറൊക്കെ കണക്ട് ചെയ്യാനും പിന്നെ ഇതിലെ ബോൾട്ട് ഊരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സീറ്റ് ഊരണം. എന്നിട്ട് നമ്മളിവിടുത്തെ ബോൾട്ടും നെട്ടും റിവറ്റൊക്കെ ഇളക്കണം. റിവറ്റൊക്കെ ഇളക്കിയാൽ മാത്രമേ നമുക്കിവിടെ വെച്ച് ഈ ഒരു കപ്പ് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് റിമൂവബിളാണ്, അപ്പോൾ അത് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് കസ്റ്റമൈസ് ചെയ്യണതുകൊണ്ട് നമുക്കിതിൽ കുറച്ച് കട്ടിങ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതായത് നമ്മൾ ലൈറ്റ് ഇതിൻ്റെ അകത്തോട്ട് നിൽക്കാൻ വേണ്ടി ഈ പീസും ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ തോന്നൽ ശരിയാണെങ്കിൽ ഇവിടെയും കട്ട് ചെയ്യേണ്ടി വരും. ഈ പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് വെച്ച് വെക്കുന്നതിന് ശേഷം ബാക്കി ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്യുന്ന വീഡിയോ നമുക്കത് കാണാം. ഗൈസ്, നമ്മളിനി ഡ്രില്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ആ പോയിന്റിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങനെ ഫൈനലി ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കയറാൻ വേണ്ടിയിട്ടൊരു ഹോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വയ്ക്കാൻ നേരത്തെ നമ്മളിവിടെ താഴെയാണ് വെച്ച് നോക്കിയത്. അപ്പം ഈ തടുപ്പുണ്ടല്ലോ, ഈ തടുപ്പ് എറിച്ചിരിക്കും. പക്ഷെ ഞാൻ ഹോള് മാറ്റി മേളിലോട്ട് ഇട്ടപ്പം ഇത് പെർഫെക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണിച്ചു തരാം. ഇത് മേളിലത്തെ ഹോളിൽ വയ്ക്കുമ്പോൾ കണ്ടോ, ഈ ഒരു ഗുംനെസ് കിട്ടും. അതായത് ഇവിടെ വന്നിട്ട് ഇതിലോട്ട് എൻഡ് ചെയ്യും. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ശകലം ഹൈറ്റായിട്ട് തോന്നും, പക്ഷേ അത് കുഴപ്പമില്ല, മാച്ചിങ് ആവുന്നുണ്ട്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇത് താഴെ വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഒന്നും ഇതിൻ്റെ പുറത്ത് വരണം, അങ്ങനെ വരില്ല എന്തായാലും. അപ്പോൾ ഇത് കട്ട് ചെയ്താലേ ഈ ശരിയാവും. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഹോളായി, അത് സീനില്ല. നമ്പർ പ്ലേറ്റൊക്കെ വരുമ്പോൾ ഏകദേശം ഇത്ര മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ബാക്ക് ലൈറ്റ് ഇതിന് വെച്ചിട്ട് ബാക്കിൽ നെട്ട് ബോൾട്ടിട്ട് മുറുക്കും. പിന്നെ ഇതിൽ ബോൾട്ടുണ്ട്, നമ്മൾ നെറ്റിട്ട് ബാക്കിൽ നല്ലപോലെ ടൈറ്റ് ചെയ്ത് വയ്ക്കും. അതാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. നമ്മൾ വയർ അപ്പുറത്തൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാമ്പിൽ നിന്ന് ഇത് പിടിപ്പിച്ചെടുക്കണം. ഓക്കെ, ഇത് സെറ്റായി. ഇനി ഇത് നേരെ മേലോട്ടങ്ങ് കയറ്റി ഇങ്ങനെ പ്രസ് ചെയ്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ അവിടെ സീറ്റിങ്. ഓക്കെ, കാണാമല്ലോ നമുക്ക്. ഇതായിരിക്കും ബാക്കിൽ നിന്ന് പറഞ്ഞ ലുക്ക്. ഓക്കെ,
നമുക്കിനി ഇട്ട് മുറുക്കി ബാക്കി കണക്ഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് കാണാം. ഗൈസ് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് നല്ലപോലെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അകത്തൊരു വാഷറൊക്കെ ഇട്ടാണ് ലൈറ്റ് വെച്ചിരിക്കുന്നത്. കാരണം അതിൽ ഇവിടെ സ്റ്റെപ്പ് വരും. ആ സ്റ്റെപ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റി പക്ക ഫിനിഷിങ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഇളക്കാം. ഇങ്ങനെയുണ്ട് സാധനം, സെറ്റല്ലേ. പിന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ് വരുന്നത്. ഇത് നോർമൽ ലൈറ്റ് മാത്രമാണിത്. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല, പക്ക സാധനമാണ്. പക്ഷെ വയ്ക്കാൻ കുറച്ച് പാടാണ്. കീ ഒന്ന് ഓണാക്കിയ ഇപ്പം പാർക്കിടുമ്പോൾ ഇതുപോലെ കത്തും. ഇനി ബ്രേക്ക് പിടിക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, കണ്ട ഇങ്ങനെയുണ്ട് സാധനം. ഇത് കുറച്ച് ടൈറ്റ് ചെയ്യാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അടിയിൽ അലങ്കി ബോൾട്ട് ആയതുകൊണ്ട് ഇത് ടൈറ്റ് ചെയ്ത് വെച്ചാൽ ഇത് അഡ്ജസ്റ്റ് ആവും. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ 5 നമ്പർ പ്ലേറ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ മറ്റേ നമ്പർ പ്ലേറ്റ് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും അത് സെറ്റപ്പ് വരിക. എങ്ങനെയുണ്ട്? ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം, കുഴപ്പമില്ല. ഇങ്ങനെ ഇരുന്നാൽ മതി, അതിൽ തട്ടി ഇങ്ങനെ ഇരുന്നാൽ മതി. സംഭവം കളറല്ലേ. ഇവിടുത്തെ ഹോള് നമ്മൾ അടയ്ക്കുന്നില്ല ഇപ്പം, തൽക്കാലം ഇത് കിടക്കട്ടെ, വിഷയമൊന്നുമില്ല. ഇത് ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നമ്പർ പ്ലേറ്റ് വയ്ക്കും. ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എന്നെ വിളിച്ചെടുക്കുക. അപ്പോൾ ഞാനൊന്ന് വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.